മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി ഒന്ന് മയപ്പെടുന്നുണ്ട് അല്ലേ? ഒന്ന് മയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ചേർത്ത് പിടിക്കാനാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഡോക്ടർ മറ്റ് അതായത് കൈക്കൂലി വാങ്ങുന്നില്ല എന്ന് പരസ്യമായി തന്നെ മന്ത്രി പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആരോപണങ്ങളുമല്ല. അതായത് ഡോക്ടർ കറക്റ്റീവ് മെഷേഴ്സ് ആണ് ഡോക്ടർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ മോശമായി കാണിക്കാനോ ഉയർത്തി കാണിക്കാനല്ല ഡോക്ടർ ശ്രമിക്കുന്നത്. ഒരു പരാതി ഉണ്ട്, അത് പരാതി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. അതിന് ആ രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പ് കാണും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഇന്നലത്തെ മന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ ഇന്ന് മന്ത്രി എടുത്തിരിക്കുന്ന സ്റ്റാൻഡിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇന്നലത്തെ പ്രതികരണത്തിലേക്ക് കൂടി ഇങ്ങനെയൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല. DMEയുടെ മുന്നിലും അങ്ങനെ ഒരു വിഷയം, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. എന്തായാലും സമഗ്രമായി അന്വേഷിച്ചതിന് ശേഷമെങ്കിലും മന്ത്രി അതിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സംവിധാനത്തിൽ പാളിച്ചകളുണ്ട്, വീഴ്ചകളുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ മാറ്റമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എടുത്തു ചാടി DME അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞ പോലെ മന്ത്രി പ്രതികരിച്ചില്ല എന്ന് അത് വലിയൊരു ആശ്വാസമായി നമുക്ക് കാണാം. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഹരി, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി നിലപാട് മയപ്പെടുത്തി പരിശോധിക്കാം, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാമെന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും കുറേ ചോദ്യങ്ങളുണ്ട്. 700 കോടി രൂപയിലധികം അനുവദിച്ചുവെങ്കിൽ ആ പണം, ആ കോടികൾ, വലിയ തുകയാണത്, അത് എവിടെ പോയി? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തിനാണ് ആ പണം ചെലവഴിച്ചതൊക്കെ എന്ന് അറിയേണ്ടതുണ്ട്. ഇനി ഉറപ്പായിട്ടും മന്ത്രി ആദ്യം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും വിഷയം കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം കൃത്യമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തിയെന്ന് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു അന്വേഷണ സമിതിയെ വെച്ചിരിക്കുന്നതും ആ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് മന്ത്രി പറയുകയും ചെയ്തു. മാത്രമല്ല, ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ പലരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും അദ്ദേഹം ഒരു സത്യസന്ധനായ ഡോക്ടറാണ് എന്നൊക്കെ ആരോഗ്യമന്ത്രി ഇന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇത്രയും ഇതെല്ലാം വന്നതിന് ശേഷവും അദ്ദേഹം ഇരുചക്ര വാഹനത്തിൽ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം പോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നുമുണ്ട്. അതായത് അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒരു ഡോക്ടർ തൻ്റെ പേഷ്യൻറ്റിനെ, തൻ്റെ രോഗിയെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു രോഗിയെ ഉപകരണത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ വേദന എത്രത്തോളമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള കടപ്പാട് എത്രത്തോളം അവിടെ കുറയുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഈ വിഷയം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും വിഷയം ആരോഗ്യവകുപ്പ് കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ, അതായത് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വാങ്ങിയ ഉപകരണങ്ങളൊക്കെ കണക്കുകൾ കോടികളുടെ തുലാസിലിട്ട് പറയുകയാണെങ്കിൽ അതെല്ലാം എത്രത്തോളം ഗുണം ചെയ്തു എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഉപകരണം വാങ്ങിയാൽ മാത്രം പോരാ, അത് എങ്ങനെ പരിപാലിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഹരികൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഇന്ന് നിലപാട് മാറ്റി. അത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായ സമീപനത്തിലേക്ക് മന്ത്രി എത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ